ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ വേദയും ദീപ്തി ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും രണ്ടമ്മമാരും കൂടെ അങ്ങോട്ട് വരുന്നത്. കമലയുടെ കണ്ണ് കാണുമ്പോൾ തന്നെ വേദ പറയും, അമ്മ എന്താ കരഞ്ഞോ? കണ്ണാകെ കലങ്ങിയിരിക്കുന്നല്ലോ. കമല പറയും, അത് അവിടെ നിന്നപ്പോ എന്താ വീണതാ. അപ്പൊ തന്നെ വേദയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്, അമ്മ കരഞ്ഞിട്ടുണ്ടെന്ന്. ഈ സമയം നന്ദിനി ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും കൊണ്ട് വരുമ്പോ വേദയ്ക്കും നന്ദിനി അടുത്ത് ചായ ഉണ്ടാക്കിയോ? നന്ദിനി പറയും, വീട്ടിൽ വരുന്നവരോട് മര്യാദ കാണിക്കാനൊക്കെ എനിക്കറിയാം. കമല പറയും, അത് നന്നായി. എന്നിട്ട് കമല പറയും, വേദേ, പത്മത്തിനൊരു ആഗ്രഹമുണ്ട്. പത്മം പറയും, കുറച്ച് ദിവസത്തേക്ക് മതി, നീ ഒന്ന് അവിടെ വന്ന് നിൽക്ക്. നന്ദിനിക്ക് അത് കേൾക്കുമ്പോൾ സന്തോഷമാവും, വേദയ്ക്കില്ല കേട്ടോ. ദീപ്തിയും പറയും, അത് ശരിയാ, കുറച്ച് ദിവസത്തേക്ക് ചേച്ചി അവിടെ വന്ന് നിൽക്ക്, നമുക്ക് അടിപൊളിയാക്കാം. വേദ പറയും, വരാം അമ്മേ, പക്ഷേ ഇപ്പോഴല്ല. ഏത് നിമിഷവും കയറി വരാൻ എനിക്ക് മാത്രമല്ല വിക്രത്തിനും ആ വീട്ടിലേക്ക് കയറി വരാൻ തോന്നുന്നൊരു ദിവസം ഞാൻ ഉറപ്പായിട്ടും വരും. എന്താ ദീപ്തി, അതില്ല അടിപൊളി. ദീപ്തി ഒന്നും പറയാതെ വേദയെ കെട്ടിപ്പിടിക്കും. അങ്ങനെ അവരെല്ലാവരും അവിടെ നിൽക്കണേ. ശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം ഇങ്ങനെ തിരികെ വീട്ടിലേക്ക് പോവാ. ഈ സമയം വഴിയരികിലെ രാധ നിൽപ്പുണ്ട്. വിക്രത്തിന്റെ വണ്ടി കൈ കാണിച്ച് നിർത്തും. അങ്ങനെ വിക്രം വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോ രാധ വയ്ക്കും, വിക്രമേട്ടാ എന്താ ഉണ്ടായത്? എന്തുണ്ടാവാൻ? ദേ, അറിഞ്ഞപ്പോ മുതൽ ഞാൻ വിളിച്ചോണ്ടിരിക്കുക, ഒരു തവണ പോലും ഫോൺ എടുത്തില്ല. വീട്ടിലേക്ക് വന്നാലോ എന്ന് ഞാൻ വിചാരിച്ചതാ, പക്ഷേ അന്ന് മാഷ് ഇറങ്ങി പോകാൻ പറഞ്ഞുകൊണ്ട് മാത്ര അങ്ങോട്ട് വരാണ്ടിരുന്നത്. വിക്രം പറയും, അത് നന്നായി. രാധ വീണ്ടും ചോദിക്കും, എന്താ ശരിക്കും സംഭവിച്ചത്? അച്ഛൻ പറഞ്ഞത് വിക്രമേട്ടന്റെ മുറി മുഴുവനും കത്തിപ്പോയെന്നാണല്ലോ. വിക്രം പറയും, എന്താ ഉണ്ടായെന്ന് അപ്പ അറിഞ്ഞില്ലേ, പിന്നെന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത്? രാധ പറയും, വിക്രമേട്ടൻ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നത്? ഞാൻ കാര്യം അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. ഞാനിപ്പോ നിങ്ങളുടെ വീട്ടിലേക്കും വർക്ക്ഷോപ്പിലേക്കും വരാറില്ല. എന്നാലും ഇങ്ങനൊരു കാര്യം അറിയുമ്പോ നേരിട്ട് ചോദിക്കാതിരിക്കാൻ തോന്നിയില്ല. അതോ അത്രമാത്രം അടുപ്പേ നമ്മൾ തമ്മിലുള്ളൂ? അബദ്ധത്തിൽ താലി കെട്ടിയതുകൊണ്ട് ആ പെണ്ണിനെ കൂടെ കൂട്ടിയ വിക്രമേട്ടന്റെ ഗതികേട് ആ അവസ്ഥ എനിക്ക് മനസ്സിലാകും. അതിനർത്ഥം ഒരുപാട് കാലം കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരിയെ തള്ളിക്കളയണം എന്നാണോ? വിക്രം പറയും, ഞാൻ നിന്നെ തള്ളി പറഞ്ഞിട്ടൊന്നും ഇല്ല രാധേ. അത്രയെങ്കിലും സമ്മതിച്ചല്ലോ. വിക്രമേട്ടൻ എന്നോട് എങ്ങനെയൊക്കെ പെരുമാറിയാലും എനിക്ക് ആ പഴയ രാധയായിട്ട് പെരുമാറാനേ കഴിയുള്ളൂ. വിക്രമേട്ടന് ഒരു അപകടം ഉണ്ടായിന്ന് അറിഞ്ഞാ എനിക്ക് സമാധാനത്തോടു കൂടെ ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അറിയാലോ, അന്ന് അപകടം ഉണ്ടായി റോഡിൽ കിടന്നപ്പോ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ. വിക്രം പറയും, അതുകൊണ്ടാണല്ലോ ഞാൻ ഹോസ്പിറ്റലിലാണെന്നുള്ള വിവരം ആരെയും അറിയിക്കാതെ ഒളിപ്പിച്ചു വെച്ചത്. അപ്പൊ രാധയ്ക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ശരി, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ രാധ പിന്നാലെ ചെന്നിട്ട്, അല്ല വിക്രമേട്ടന് ഒന്നും പറ്റിയില്ലല്ലോ? വിക്രം ചോദിക്കും, ആർക്ക്? എനിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ നീ എന്നെ ഇങ്ങനെ കാണോ? അതുകൊണ്ട് ആ ചോദ്യം വേണ്ട. രാധ പറയും, വിക്രമേട്ടനല്ല, അവൾക്ക്. വിക്രം ചോദിക്കും, ആർക്ക്? വേദയ്ക്കോ? വേറെ ആരാ മുറിയിലുള്ളത്? വിക്രം പറയും, അവൾക്ക് ശരീരം മുഴുവൻ പൊള്ളലേറ്റു എന്ന് പറഞ്ഞ നീ ഹാപ്പി ആവോ? ഇതിൽ രാധ, വിക്രമേട്ടാ എന്താ ശരിയല്ലേ? രാധ പറയും, കാര്യം എനിക്ക് അവളോട് ദേഷ്യമുണ്ട്, പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും അപകടം പറ്റണമെന്ന് വിചാരിക്കാൻ മാത്രം ക്രൂരല്ലേ ഞാൻ. വിക്രം പറയും, നല്ലത്, എന്ന് അവൾക്കൊന്നും പറ്റിയില്ല, പോരെ? സമയത്ത് ഞാൻ തന്നെ എത്തി അവളെ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. പാവം, ഞാൻ ചെല്ലുമ്പോ അതിനകത്ത് ബോധം കെട്ട് കിടക്കായിരുന്നു. അല്പം വൈകിയെങ്കിൽ നീ വിചാരിക്കുന്ന പോലെയൊക്കെ സംഭവിച്ചേരെ. അപ്പൊ കാര്യങ്ങൾ ഇത്രയും അറിഞ്ഞാൽ മതിയല്ലോ. എങ്കിൽ പിന്നെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് പോവാൻ വേണ്ടി വണ്ടി എടുക്കുമ്പോഴായിരിക്കും രാധ കൈ പൊള്ളിയത് കാണാ. ആ കൈ പിടിച്ചിട്ട്, അയ്യോ വിക്രമേട്ടന്റെ കൈ പൊള്ളിയിട്ടുണ്ടല്ലോ. അത് സാരമില്ല, പോട്ടെ എന്ന് പറഞ്ഞ് വിക്രം പോവും. വിക്രം പോയി കഴിഞ്ഞാൽ രാധ വിചാരിക്കും, എന്തൊക്കെ വലിയ അപകടം ഉണ്ടായാലും അവസാന നിമിഷം അവള് രക്ഷപ്പെടും. എന്റെ ഭഗവാനെ, ചത്ത് കിട്ടാൻ പ്രാർത്ഥിച്ചിട്ടും ഒന്നും ഫലിക്കുന്നില്ലല്ലോ ഈശ്വരാ. അങ്ങനെ നിൽക്കാണ് രാധ അവിടെ. ശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം വീട്ടിലെത്തിയിരിക്കണേ. ഒറ്റയ്ക്കല്ല, ഒരാളുകൂടെ ഉണ്ട്. അതായത് വീട് ഇങ്ങനെ നശിച്ചിരിക്കുകയാണല്ലോ, അത് നന്നാക്കാൻ ഒരു മേസ്ത്രിയെ കൊണ്ടുവന്നിരിക്കുക. അങ്ങനെ വീടിന്റെ ഓട് മാറ്റണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിക്രം ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ്. അങ്ങനെ ആ വീടൊക്കെ ഇങ്ങനെ നോക്കും. അയാൾ പറയും, നല്ല പണിയുണ്ട്, മൊത്തം പോയി കിടക്കുക. വിക്രം പറയും, പണിക്കാരെ വേണമെങ്കിൽ നിർത്തിക്കോളൂ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇത് കണ്ട് മാഷ് അങ്ങോട്ട് വരുന്നത്. ആരാ? ഞാനാണ് മാഷേ. ഉണ്ണിയോ? എന്താ ഉണ്ണി പതിവില്ലാതെ? അപ്പൊ അയാൾ പറയും, ഞാൻ വിക്രം വിളിച്ചിട്ട് വന്നതാ. എന്തു പറ്റി? ഉണ്ണി പറയും, ഈ വീടൊന്ന് ശരിയാക്കണമെന്ന് പറഞ്ഞു. ഈ വീടോ? അത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? അപ്പോഴേക്കും കമലയും ഈ ശബ്ദം കേട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. വിക്രം പറയും, ഇത് ഇങ്ങനെ ഇടാൻ പറ്റില്ലല്ലോ. മാഷയ്ക്കും എന്ന് ആര് പറഞ്ഞു? അച്ഛൻ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? അവിടെ ഒരാളുള്ളത് പോലും ശ്രദ്ധിക്കാതെ ആ മാഷ് സംസാരിക്കുന്നത്. സൽപുത്രന്റെ പ്രവൃത്തി എന്നും ഇങ്ങനെ കാണാലോ, എന്താ മതിയോ? വിക്രം പറയും, അമ്മേ വെറുതെ അച്ഛനോട് എതിർക്കരുതെന്ന് പറ, എനിക്കത് നേരെയാക്കി എടുത്തേ പറ്റൂ. മാഷ് പറയും, എന്റെ വീട് എങ്ങനെ വേണമെന്ന് ഞാനല്ലേ തീരുമാനിക്ക. വിക്രം പറയും, കാശിന്റെ കാര്യമാണെങ്കിൽ അതോർത്ത് ആരും ബുദ്ധിമുട്ടണ്ട, എത്രയാണെങ്കിലും ഞാൻ ഉണ്ടാക്കിയോളാം. മാഷ് പറയും, നീ ഉണ്ടാക്കുന്ന പണം കൊണ്ട് അത് നന്നാക്കേണ്ട ഗതികേട് എനിക്കില്ല. അങ്ങനൊരു അവസരം വന്ന സുധാകരൻ മാഷ് നാട്ടിലിറങ്ങി തെണ്ടും. കമല, മാഷേ എന്തൊക്കെയാ പറയുന്നത്? ഇവനിപ്പോ വർക്ക്ഷോപ്പിൽ ജോലിക്ക് കയറിയിട്ടുണ്ട്,
ആ പണം കൊണ്ടാ നന്നാക്കാന്ന് പറഞ്ഞത്, അല്ലാതെ മാഷ് വിചാരിക്കുന്ന പോലെയല്ല. മാഷ് പറയും, ഹോ, അമ്മയും മകനും അപ്പം നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുക. വിക്രം പറയും, ഇത് ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിച്ചതാ, വെറുതെ അമ്മയെ വലിച്ചിടണ്ട. അപ്പൊ ഉണ്ണിക്കും, ഞാനിപ്പോ എന്താ ചെയ്യേണ്ട മാഷേ, ഇത് നന്നാക്കണോ അതോ ഇട്ടേച്ച് പോണോ? മാഷ് പറയും, ഉണ്ണി ഇപ്പൊ പൊക്കോ, സമയമാകുമ്പോ ഞാൻ വിളിച്ചോളാം, ഇതിപ്പോ നന്നാക്കുന്നില്ല. വിക്രം അങ്ങ് ഞെട്ടിപ്പോകും. അങ്ങേരുടെ മുന്നില് നാണം കെട്ടു പോവാണ്. അങ്ങനെ ആ വിളിച്ചോണ്ട് വന്ന ആൾ അവിടുന്ന് പോകും. വിക്രമിനോട് പറയുന്നുണ്ട്, ആദ്യം നിങ്ങൾ അച്ഛനും മകനും കൂടെ ഒരു സമയം തീരുമാനിക്കേ, എന്നിട്ട് എന്നെ വിളിച്ചാൽ മതി. അങ്ങനെ അവർ പോയി കഴിഞ്ഞാൽ വിക്രം പറയും, അച്ഛൻ എന്നോടുള്ള ദേഷ്യവും വാശിയൊക്കെ എനിക്ക് മനസ്സിലാവും, പക്ഷേ ഇപ്പൊ കാണിച്ചതുണ്ടല്ലോ അത് അച്ഛന്റെ അഹങ്കാര. ആരുടെ മുന്നിൽ വെച്ചും മക്കളെ എന്തും പറയാം എന്നുള്ളൊരു തോന്നല്. അച്ഛന്റെ ഇഷ്ടം പോലെ ഈ മുറി ഇങ്ങനെ കത്തിക്കരിഞ്ഞ് തന്നെ കിടന്നോട്ടെ, പക്ഷെ ഞാൻ അന്തി ഉറങ്ങുന്നത് ഇതിനുള്ളിൽ തന്നെയായിരിക്കും. ഇത് കേൾക്കുമ്പോ അവരൊന്ന് ഞെട്ടും. അങ്ങനെ അതും പറഞ്ഞ് വിക്രം ആ വീടിനകത്തേക്ക്, അതായത് ആ കത്തിക്കരിഞ്ഞ റൂമിനകത്തേക്ക് കയറി പോവാ. ശേഷം മാഷ അതേക്ക് കയറുമ്പോ കമലയും വരും. മാഷെ, ആ ചായ്പ് അങ്ങനെ കത്തിക്കരിഞ്ഞ് തന്നെ കിടക്കട്ടെ എന്നാണോ മാഷിന്റെ തീരുമാനം? മാഷോയ്ക്കും, അല്ലാതെ അത് പുതുക്കി പണിയാൻ നിന്റെ കയ്യിൽ നീക്കിയിരിപ്പുണ്ടോ? അവനത് ചെയ്തോളാന്ന് പറഞ്ഞില്ല മാഷേ. അവനത് എവിടെ നിന്നെടുത്ത് ചെയ്യും? ആ ശ്രീനിവാസൻ കൊടുക്കുന്ന ഗുണ്ടാകാശമുണ്ടോ? അതുകൊണ്ട് ഈ വീട് നന്നാക്കി എടുക്കണോ ഞാൻ? കമല പറയും, അവൻ വർക്ക്ഷോപ്പിലെ ജോലി ചെയ്യാൻ തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞില്ലേ? മാഷ് പറയും, എന്നിട്ട് എത്ര ദിവസം എത്ര സമയം അവനവിടെ ജോലിക്ക് നിൽക്കുന്നുണ്ടെന്ന് നീ അന്വേഷിച്ചോ? രാവിലെ അവിടെ ചെല്ലുന്നു എന്നുള്ളത് ശരി, എന്തെങ്കിലും ഒന്ന് തുടങ്ങി വെക്കുമ്പോ വരും ശ്രീനിവാസന്റെ വിളി. അതോടെ അടുത്ത നിമിഷം അലാവുദ്ദീന്റെ കയ്യിലെ ഭൂതവിളക്ക് പോലെ അവൻ അവിടെ പ്രത്യക്ഷപ്പെടും. പിന്നെ അയാളുടെ ആജ്ഞ അനുസരിച്ച് ആരുടെയെങ്കിലും മെക്കെട്ട് കയറാനോ അടിപിടി ഉണ്ടാക്കാനോ പോകും. അങ്ങനെ പോയതിന്റെ ഫല ആ മുറ്റത്ത് അങ്ങനെ കത്തിക്കരിഞ്ഞിപ്പോ കിടക്കുന്നത്. മനസ്സിലായില്ലേ നിനക്ക്? കമല പറയും, സമ്മതിച്ചു, പക്ഷേ ആ ഉണ്ണിമേശ്വരിയുടെ മുന്നിൽ വെച്ച് അവനെങ്ങനെ അപമാനിക്കേണ്ടതില്ലായിരുന്നു മാഷേ. മാഷ് പറയും, അതിനേക്കാളും എത്രയോ അപമാനം ഈ നാട്ടിലെ ഓരോരുത്തർക്കും മുന്നിൽ വെച്ച് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കമല. അങ്ങനെ സംസാരിക്കുന്ന കേട്ടായിരിക്കും വിഷുവും വേദയും അങ്ങോട്ട് വരുന്നത്. മാഷയ്ക്കും, ഇനിയും അത് തന്നെ വേണമെന്നാണോ നീ പറയുന്നത്? നിന്റെ മകൻ നന്നാക്കി എടുക്കാൻ പോകുന്ന ആ പണം അക്രമം കൊണ്ടും അനീതി കൊണ്ടും നേടിയതാ. ആ പാപത്തിന്റെ പണം നമുക്ക് വേണ്ട. ആ ശ്രീനിവാസനുമായിട്ടുള്ള കൂട്ടുകെട്ടുന്ന് അവനെ രക്ഷിക്കാൻ ഈ കുട്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. വീണ്ടും അതിനിടയിൽ അയാളുമായിട്ടൊരു ബാധ്യത ഉണ്ടാക്കി വെക്കാൻ നമ്മള് ശ്രമിക്കണ്ട. വിഷം പറയും, എന്നാലും ആ കെട്ടിയുടെ അവിടെ മുന്നിൽ തന്നെ നിൽക്കുന്നതാണുമ്പോ വല്ലാത്തൊരു വിഷമം. മാഷ് പറയും, നിന്റെ കയ്യില് പണമുണ്ടോ? എന്നാ എടുത്ത് ചെയ്. അപ്പൊ വേദ പറയും, എന്റെ കയ്യില് കുറച്ച് സേവിങ്സ് ഉണ്ട്, അത് ഞാൻ തരട്ടെ. മാഷിന് അത് കേൾക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുന്നത്. വേണ്ട കുട്ടി, നിനക്കത് ചോദിക്കാൻ തോന്നിയതിന് എനിക്ക് വളരെ സന്തോഷം. നിന്നോട് നന്ദിയും. അവന്റെ തല്ലുകൊള്ളിത്തരത്തിന് നീ സാക്രിഫൈസ് ചെയ്യേണ്ടതില്ല. ആ കെട്ടിടം അങ്ങനെ തന്നെ അവിടെ കിടക്കട്ടെ. അതും പറഞ്ഞ് മാഷ് അവിടുന്ന് പോകും, കൂടെ കമലയും. അപ്പൊ വിഷും വേദയോട് പറയും, അതെങ്ങനെയെങ്കിലും നന്നാക്കണം വേദ, ഒരു വഴി കണ്ടെത്തണം. ഒരു അശ്ലീലി പോലെ അതവിടെ കിടക്കുന്നൂടാ എന്നും പറഞ്ഞ് വിഷു അവിടുന്ന് പോവാണേ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിഷും അവിടെ ജോലി സ്ഥലത്ത് ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യണേ. അപ്പൊ അവരുടെ മാനേജർ അവരുടെ റൂമിൽ ചെന്നിരിക്കും. കുറച്ച് കഴിയുമ്പോൾ വിഷു എന്തോ ആലോചിച്ച് അങ്ങരുടെ റൂമിലേക്ക് കയറി ചെല്ലണേ. എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ വിഷു. എനിക്ക് കുറച്ച് പൈസ അഡ്വാൻസ് ആയിട്ട് വേണമായിരുന്നു. എന്താ? സാലറി അഡ്വാൻസ് അക്കൗണ്ട്സിൽ പറഞ്ഞ് വാങ്ങിച്ചോളൂ. ആ വക കാര്യങ്ങൾ എന്നോട് ചോദിക്കണോ? റുട്ടീൻ പ്രോസസ് അല്ലേ? വിഷു പറയും, അത് സാലറി അഡ്വാൻസ് അല്ല സാർ, PF അഡ്വാൻസ് എടുക്കാൻ പ്രൊബഷൻ പീരീഡ് കഴിഞ്ഞിട്ടില്ലല്ലോ. സാർ, കുറച്ച് പൈസ കൂടുതൽ കിട്ടിയാലേ ഞാൻ എന്റെ ശമ്പളത്തിൽ നിന്ന് അടച്ചു തീർത്തോ. യു മീൻ ലോൺ? അങ്ങനൊരു പതിവ് നമ്മുടെ ബാങ്കിനില്ലല്ലോ. അത് പുറത്തെ ബാങ്കിലോ ഫിനാൻസിലോ അന്വേഷിക്കുന്നതല്ലേ നല്ലത്. സാലറി സർട്ടിഫിക്കറ്റ് ഞാൻ ഇവിടുന്ന് ഇഷ്യൂ ചെയ്യാം. അപ്പൊ വിശ്വം പറയും, അത് ഞാൻ അന്വേഷിച്ചു, പക്ഷേ സിബിൽ സ്കോർ ഇല്ലാത്തോണ്ട് ബാങ്ക് ലോൺ കിട്ടില്ലെന്നാ പറഞ്ഞത്. അത് ശരിയാ, പണം വാങ്ങിച്ചാൽ കൃത്യമായി തിരിച്ചടയ്ക്കുന്നവർക്ക് മാത്രമേ. ഇത്രയും കാലം വീട്ടിലിരിക്കല്ലായിരുന്നു, അതുകൊണ്ട് ആ വഴിക്ക് പോകാത്ത നല്ലത്. വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ടാ, വീട്ടിൽ പെട്ടെന്ന് പൈസ ആവശ്യമായതുകൊണ്ടാ. അപ്പൊ അയാളേക്കും എത്ര പണ വേണ്ടത്? അത് പിന്നെ ഒരു 5 ലക്ഷം. അത് കേൾക്കുമ്പോ തന്നെ അങ്ങനെ ഞെട്ടും. 5 ലക്ഷം? തനിക്കെന്താ തലയ്ക്ക് സുഖല്ലേ? ജോലി പ്രവേശിച്ച് പ്രവേശന പീരീഡ് കഴിയുന്നതിന് മുന്നേ ലോണോ? ഇരുന്നാ വെള്ളരിക്കപ്പെടണോ? അപ്പൊ വിഷം പറയും, സാർ, വീടിന്റെ ഒരു ഭാഗം കത്തിപ്പോയി, അത് ശരിയാക്കി എടുക്കാനാ. അപ്പൊ അയാളേക്കും, തന്റെ വീട് കത്തിപ്പോയതിന് കമ്പനിയാണോ പണം തരേണ്ടത്? ഇതൊന്നും കമ്പനിക്ക് തരാൻ പറ്റില്ല, താൻ പോയി പണി ചെയ്യാൻ നോക്ക്. അങ്ങനെ വിഷം ഒന്നും പറയാതെ പോകാൻ തുടങ്ങുമ്പോ അയാൾ വിളിക്കും, ഒരു കാര്യം ചെയ്യാം, 6 മാസത്തെ സാലറി അഡ്വാൻസ് ആയിട്ട് തരാൻ പറ്റുമെന്ന് ഞാൻ സാറിനോട് ചോദിച്ചു നോക്കാം. എന്താ, വേണോ? പിന്നെ വീട്ടിൽ വേറെ ആൾക്കാരില്ലേ, അവരോടും കാശുണ്ടാക്കാൻ പറ. അല്ല, അവരോട് ചേർന്ന് നന്നാക്കി എടുക്കാലോ. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിരുന്നോ? ശരിക്കും തന്റെ അനിയൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യാ. അടിപൊളിയും തല്ലൊക്കെ ഉണ്ടാക്കുമ്പോ ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാവുന്ന പ്രതീക്ഷിക്കണമായിരുന്നു. ഞാൻ സാറിനോട് സംസാരിച്ചു നോക്കട്ടെ. ചെല്ലേ. വിഷം ശരിയെന്ന് പറഞ്ഞ വിഷമത്തോടെയാണ് അവിടുന്ന് പോകുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേ, വിഷം തന്നെ സംസാരിച്ചു നോക്കേ. ഞാനോ? ആ അതെ, നിങ്ങളാവുമ്പോ ബന്ധുക്കളും ആണല്ലോ. അത് കേൾക്കുമ്പോ വിഷു ഞെട്ടും. ബന്ധുക്കളോ? ആ നിലയ്ക്ക് ഇവിടുത്തെ കാശെടുക്കാൻ വിഷത്തിന് അധികാരം ഉണ്ടെന്ന് കരുതി കാണും അല്ലേ? വിഷുത്തിന് മനസ്സിലാവുന്നില്ല. സാർ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
വിഷം, ശ്രീകാന്ത് സാറിന്റെ പെങ്ങളെ നിങ്ങളുടെ അനിയൻ കെട്ടിന്ന് കരുതി നിങ്ങൾക്കിവിടെ പ്രത്യേക പരിഗണന ഉണ്ടാവുന്നൊന്നും കരുതണ്ട. അപ്പോഴാണ് വിക്രം അത് അറിയുന്നത്. സാർ, വിക്രം സാറിന്റെ ഫണ്ട് ഉപയോഗിച്ചാ ഈ കമ്പനി റൺ ചെയ്യുന്നത്. പക്ഷേ പോളിസി കാര്യങ്ങള് ഇപ്പോഴും മാനേജ്മെന്റിന്റെ കീഴിൽ തന്നെയാ. വിഷു ഞെട്ടിപ്പോവും. അയ്യോ സാർ, എനിക്കതൊന്നും അറിയില്ല. അറിഞ്ഞാലും ഇല്ലെങ്കിലും ഒരു എംപ്ലോയിക്ക് കിട്ടാവുന്ന പരിഗണനയെ മാത്രമേ വിഷത്തിന് ഇവിടെ കിട്ടൂ. അത് മനസ്സിലാക്കിയാൽ മതി, കേട്ടല്ലോ. ആ, എനിക്ക് പൊക്കോ. വിഷം ഇതൊക്കെ അറിഞ്ഞ് ഒരു ഞെട്ടലോടെയായിരുന്നു പോകുന്നത്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തും അമ്മയച്ചനും കൂടെ ഇങ്ങനെ സംസാരിക്കാണ്. വിഷം 5 ലക്ഷം രൂപ ചോദിച്ചതും പിന്നെ ആ വീട് കത്തിപ്പോയതും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കാണ് ശ്രീകാന്ത്. നീ എന്തൊക്കെയാ ശ്രീകാന്തെ പറയുന്നത്? ഒന്നുമില്ലെങ്കിലും നിന്റെ പെങ്ങള് താമസിക്കുന്ന വീടല്ലേ? ആ, അത് മുഴുവൻ കത്തിപ്പോയിരുന്നെങ്കിലേ അവള് സ്വന്തം വീടിന്റെ വില അറിയുള്ളൂ. എനിക്ക് തോന്നുന്നത് അത് അവൻ തന്നെ കത്തിച്ചതാണെന്നാ. വിക്രമോ? ആ, ഈ ഗുണ്ടകൾ എന്താ ചെയ്യാൻ പറ്റുന്ന നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ചന്ദ്രശേഖരൻ പറയും, വെറുതെ മണ്ടത്തരം പറയല്ലേ. ആ വാസവന്റെ ഗുണ്ടകളെ അവളെ തീർക്കാൻ ശ്രമിച്ചപ്പോ സ്വന്തം ജീവൻ പണയം വെച്ച് അവളെ രക്ഷിച്ച വിക്രം ഇത് ചെയ്യുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? പിന്നെ ആര് ചെയ്തെന്നാ? അവന്റെ അച്ഛനോ? ചന്ദ്രശേഖരൻ പറയും, അതിനും പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് അതാണോ? ആ വിശ്വത്തിനെ നമ്മുടെ കമ്പനിയിൽ ജോലി കൊടുത്തു തന്നെ നീ എന്തിനായിരുന്നു അവനെ ഉപയോഗിച്ച് ആ കുടുംബത്തിനൊരു തിരിച്ചടി നൽകണമെന്ന് കരുതിയിട്ടല്ലേ? അതെ, ആ വിനായകൻ ഓൾറെഡി നമ്മുടെ ഭാഗത്താ. വിശ്വത്തെ കൂടെ സ്വാധീനിക്കാൻ കഴിഞ്ഞ വേദേസ് ഈസി ആയിട്ട് ആ വീട്ടിൽ നിന്ന് പുറത്താക്കാം എന്ന അച്ഛൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞെന്നുള്ളത് ശരി, പക്ഷെ നീ അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്തോ? പിന്നെ നീ ഇപ്പൊ പറയാൻ വന്നെന്ന് മനസ്സിലായി. വിനായകനെ പോലെയല്ല വിശ്വം, അല്ലേ? അതെ, അയാളെ നമുക്ക് അനുകൂലമായിട്ട് തിരിക്കാൻ എളുപ്പമല്ല. അങ്ങനെയാ ഇത്രയും കാലം കൊണ്ട് എനിക്ക് മനസ്സിലായത്. ഗുണമില്ലെങ്കിൽ എന്തിനു വെച്ചോണ്ടിരിക്കണം എന്ന് വരെ ഞാൻ ആലോചിച്ചു. ചന്ദ്രശേഖരൻ പറയും, ഗുണമില്ലെന്ന് ആര് പറഞ്ഞോ? അയാൾ ആ കുടുംബത്തിന് വേണ്ടി നിന്റെ സ്ഥാപനം കൊള്ളയടയ്ക്കാൻ ശ്രമിച്ചു എന്ന് വന്ന ആ നാണക്കേട് വേദയ്ക്ക് കൂടെയല്ലേ? ആ കുടുംബത്തിനെതിരെ കളിക്കാൻ ഇതൊരു അവസരമായി എടുക്കല്ലേ നമ്മൾ വേണ്ടത്? ശ്രീകാന്ത് പറയും, എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറയാം. വിശ്വത്തിന് വേണ്ടത് കാശല്ലേ? അത് നീ കൊടുക്കാതെ വന്നപ്പോ അവനത് എടുത്തുന്ന് വന്നാലോ? ശ്രീകാന്തിക്കും മനസ്സിലായില്ല. അങ്ങനെ വിശ്വത്തെ കൊടുക്കാനുള്ള പുതിയൊരു പ്ലാൻ തയ്യാറാക്കണേ ചന്ദ്രശേഖരനും ശ്രീകാന്തും കൂടെ. അങ്ങനെ ചന്ദ്രശേഖരൻ പറയുന്നൊക്കെ കേൾക്കുമ്പോൾ ശ്രീകാന്തിന് സന്തോഷവും. ഇങ്ങനൊരു വഴി ഞാൻ ആലോചിച്ചില്ല. അവരിപ്പോ പറയുന്നത് രഹസ്യമാണ്. ഇത് ഡൺ, നമ്മളിത് ഓപ്പറേറ്റ് ചെയ്തിരിക്കും. അങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ് അവരോടെ. ശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം വർക്ക്ഷോപ്പില് ആകെ വിഷമിച്ചിരിക്കുകയാണ്. അനിയൻകുട്ടനും ജോസഫും രാജേട്ടനൊക്കെ ജോലി ചെയ്തോണ്ടിരിക്കുക. വിക്രം മാത്രം അവിടെ ഇരിക്കുക. അവരിടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. രാജേട്ടൻ പറയും, എടാ വിക്രം, നീ അത് തന്നെ ആലോചിച്ചിരുന്നിട്ട് എന്താ കാര്യം? നിന്റെ അച്ഛന്റെ സ്വഭാവം നിനക്കറിയാലോ. വിക്രം പറയും, ഞാൻ എന്ത് ചെയ്താലും അത് കുറ്റമായിട്ട് കാണുകയാണെങ്കിൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അനിയൻകുട്ടൻ പറയും, മാഷിന് വിഷമം ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും. വിക്രം പറയും, ഇത് വിഷമല്ല, ആളുടെ ഒരു തരം വാശിയാണ്. ഞാൻ പഴച്ചു പോയതിന്റെ ഭാഗമായിട്ട് ആ കെട്ടിടം സ്മാരകം പോലെ അവിടെ കത്തിക്കരിഞ്ഞ് കിടക്കുന്നത് നാട്ടുകാർ കാണട്ടെ എന്നുള്ള വാശി. ചെറിയ ക്ലാസ്സില് പഠിക്കുന്ന സമയം അനീതിക്കെതിരെ സമരം ചെയ്യണം, അത് ചെറുക്കണം എന്നൊക്കെ പഠിപ്പിക്കും. പക്ഷെ മക്കളത് ചെയ്താൽ അത് അംഗീകരിക്കാനും പറ്റില്ല. രാജേട്ടൻ പറയും, അത് ശരി, നീ അനീതിക്കെതിരെ പടം നയിച്ചിട്ടാ ഇതൊക്കെ സംഭവിച്ചെന്നാണോ? വിക്രം ചോദിക്കും, എന്താ അങ്ങനെയല്ലേ? ആ വാസവന്റെ മകൻ ചെയ്ത തെറ്റ് കണ്ടില്ലാന്ന് നടിച്ചിരിക്കണായിരുന്നോ? അതെല്ലാം പോലീസിനും നിയമത്തിനും മാത്രം ഇട്ടുകൊടുത്തേ സ്വന്തം കാര്യം നോക്കി മാത്രം കഴിഞ്ഞാൽ പോരായിരുന്നോ എന്നാ ഇപ്പൊ എല്ലാരും എന്നോട് ചോദിച്ചോണ്ടിരിക്കുന്നത്. എന്തിനെ ആ വേദ പോലും. രാജേട്ടൻ പറയും, സ്വന്തം വേർപ്പോണ്ട് കെട്ടിണ്ടാക്കിയൊരു വീട് കൺമുന്നിൽ വെച്ച് കത്തുന്നത് കാണുമ്പോ ആർക്കായാലും നിയന്ത്രണം വിട്ടുപോവില്ലേ? വിക്രം പറയും, കേസ് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞതാണല്ലോ, കേട്ടില്ലല്ലോ. ജോസഫ് പറയും, കേസ് കൊടുത്തോണ്ടൊന്നും കാര്യമില്ലെന്ന് മാഷിന് നന്നായിട്ട് അറിയാം. പുള്ളിക്കാരനെ നീ കാരണം ഇതെല്ലാം സംഭവിച്ചെന്നുള്ള തോന്നല, അതെല്ലാം പതിയെ മാറും, നിന്ന് സമാധാനപ്പെടടാ. വിക്രം പറയും, ഒരിക്കലും അത് മാറില്ല ജോസഫ്, എന്റെ മരണം വരെ മാറില്ല. രാജേട്ടൻ പറയും, വെറുതെ ഓരോന്നും പറയല്ലേ വിക്രം. അനിയൻകുട്ടനും പറയാൻ തുടങ്ങുമ്പോഴേക്കും, മുറി കത്തിയതിന്റെ നഷ്ടം വിഷമോ എനിക്കില്ലെന്നാണോ? മുഴുവനും കത്തിപ്പോയെങ്കിലും അത് സംഭവിച്ചില്ലല്ലോ. ആ മരുന്ന് കമ്പനിക്കാരന്റെ പിന്നാലെ ചെല്ലുമ്പോ അതിന് പിന്നിൽ വാസവൻ ഉണ്ടാവുന്ന ഞാൻ കരുതി. രാജേട്ടൻ പറയും, അതൊരു പക്ഷേ ശ്രീനി സാറിന് അറിയാമെങ്കിലോ? ശ്രീനി സാറേ, അത് നിന്നോട് പറയാണ്ടിരുന്നതാണെങ്കിലോ? വിക്രം അങ്ങ് ഞെട്ടിപ്പോകും. രാജേട്ടൻ പറയും, പൊളിറ്റിക്സ് എന്നും പറയുന്നത് അങ്ങനെയാണ് വിക്രം. രണ്ട് തുല്യ ശക്തികൾ തമ്മിൽ പോരടിക്കുമ്പോൾ കൂടെ നിൽക്കുന്നവരിൽ ചിലർക്കൊക്കെ നഷ്ടം ഉണ്ടായേ പറ്റും. ജോസഫും പറയും, അത് ശരിയാ, സിനിമയിലെ വില്ലനും നായകനും തമ്മിൽ അടിയുണ്ടാക്കുമ്പോ കുറെ വെടി കൊണ്ട് ചാവുന്ന കുറച്ച് പാവങ്ങളെ കണ്ടിട്ടില്ലേ? അതേപോലെ തന്നെ അല്ലെ രാജേട്ടനും ഹാ എന്ന് പറഞ്ഞ് ചിരിക്കും. അങ്ങനെ വിക്രത്തോട് പറയും, ഇനി എന്തായാലും കരുതി മുന്നോട്ട് പോയാൽ മതി, എടുത്തു ചാടി ഓരോന്ന് ചെയ്ത് വെറുതെ പുലിവാല് പിടിക്കണ്ട. എടാ, നീ കരുതുന്ന പോലെ നിന്റെ അച്ഛനെ നിന്നെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, മാഷ് അത് പുറത്ത് കാണിക്കാത്തതാ. മാഷിന്റെ വിഷമം ആ മുറി കത്തിപ്പോയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ വാസവൻ മുഖേന നിനക്കെന്തെങ്കിലും സംഭവിക്കുമെന്ന അദ്ദേഹത്തിന്റെ ഭയം. ഇങ്ങനെ രാജേട്ടൻ പറയുമ്പോ വിക്രത്തിന്റെ മുഖത്താകെ ഒരു സങ്കടം വരികയാണ്. അപ്പോ വിക്രമിനൊരു കോളും വരും. കമലയാ. ആ ഹലോ അമ്മേ, നീ ഇപ്പൊ എവിടെയാ? വിക്രം ഗാരേജിലുണ്ടമ്മേ. നീ ഉണ്ണാൻ വരുന്നില്ലേ? വിക്രമിന് പോകാൻ താല്പര്യമില്ല. ആ പ്രശ്നങ്ങളൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് വിഷമില്ല അമ്മേ. പിന്നെ ആർക്ക് വേണ്ടിയാ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നേ? നീ ഒരു വഴി, നിന്റെ അച്ഛൻ വേറൊരു വഴി.
ഇതിനി എത്ര കാലം ഞാൻ കാണണം? അച്ഛൻ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി അത് ഭക്ഷണത്തോട് കാണിക്കണോ? വന്ന് കഴിച്ചിട്ട് പോയാ മതി. വിക്രം പറയും, എനിക്ക് കുറച്ച് ജോലിയുണ്ടമ്മേ. നീ നിനക്ക് തോന്നുന്ന പോലെ ചെയ്. നിങ്ങൾക്കിടയിൽ കിടന്ന് വെറുപ്പ് മുട്ടാനാവും എന്റെ വിധി എന്ന് പറഞ്ഞ് കമല കോള് കെട്ടുകയാണേ. ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ വേദ അപ്പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വേദ സങ്കടത്തോടെ കമലയുടെ ഈ സങ്കടം കണ്ടു നിൽക്കുന്നത് കാണിച്ചാണ് ഈ ഭാഗം കഴിയുന്നത്. നെക്സ്റ്റ് പ്രമോല് വിക്രം വേദയും കൂടെ ആ റൂമിനകത്ത് ക്ലീൻ ചെയ്യണേ. രണ്ടാളും കൂടെ അല്ല, വിക്രം അവിടെ തന്നെ കിടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ വൃത്തിയാക്കാൻ പോകുന്ന സമയത്തായിരിക്കും വേദ അവിടെ വൃത്തിയാക്കുന്നത്. ശേഷം പിന്നീട് കാണിക്കുന്ന പല ഭാഗത്തും വേദ വിക്രമിന്റെ പഴയ കാലം അന്വേഷിച്ച് നടക്കുകയാണെ. അതിങ്ങനെ ശ്രീചരത്തി പറയുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിലിംഗ് റിവ്യൂ ഉടൻ വരുന്നതാണ്. താങ്ക്